ഒരു സെൻ ദേവാലയം. അവിടെയുള്ള അന്തേവാസികളുമായി ബൗദ്ധ ദർശനങ്ങളെക്കുറിച്ച് വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ട് വിജയിച്ചാൽ ഏതൊരു സെൻ ഗുരുവിനും ആ ദേവാലയത്തിൽ കുറച്ചു ദിവസങ്ങൾ സൗജന്യമായി താമസിക്കാം. പരാജയപ്പെട്ടാലോ ഉടൻ തന്നെ അയാൾ തിരിച്ചു പോകണം. ജപ്പാന്റെ വടക്കൻ പ്രദേശത്തുള്ള ഒരു ദേവാലയത്തിൽ സഹോദരന്മാരായ 2 സന്യാസിമാർ താമസിച്ചിരുന്നു. മൂത്ത സഹോദരൻ വലിയ പണ്ഡിതനായിരുന്നു. എന്നാൽ ഇളയ ആൾ വെറുമൊരു വിഡ്ഢി. അയാൾക്ക് ഒരു കണ്ണിനു മാത്രമേ കാഴ്ചയുണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം ദൂരെ നിന്നെത്തിയ ഒരു സന്യാസി കുറച്ചു ദിവസം ആ ദേവാലയത്തിൽ താമസിക്കാൻ അനുവദിക്കണം എന്നും പകരം അവിടുത്തെ സന്യാസിമാരോട് വാദപ്രതിവാദത്തിന് തയ്യാറാണ് എന്നും അറിയിച്ചു. അന്ന് പകൽ മുഴുവൻ പഠനവും അധ്യാപനവും മറ്റുമായി ജോലി ചെയ്തു തളർന്നിരുന്നതുകൊണ്ട് താൻ വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും പകരം തൻ്റെ അനുജനായിരിക്കും വാദപ്രതിവാദത്തിന് വരുന്നത് എന്നും ജ്യേഷ്ഠ സഹോദരനായ സന്യാസി അതിഥിയോട് പറഞ്ഞു. നിശബ്ദമായ സംവാദം മതി എന്ന് ആവശ്യപ്പെടുക. അനുജനോട് ഇപ്രകാരം പറഞ്ഞിട്ട് മൂത്തയാൾ വിശ്രമിക്കാൻ പോയി. അങ്ങനെ അനുജൻ സന്യാസിയും അതിഥി സന്യാസിയും സംവാദത്തിനായി ദേവാലയത്തിലേക്ക് പോയി. കുറച്ചു സമയത്തിനു ശേഷം അതിഥി ചർച്ച മതിയാക്കി എഴുന്നേറ്റ് ജ്യേഷ്ഠൻ സന്യാസിയുടെ അടുത്തു ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ അനിയൻ മഹാപ്രതിഭയാണ് കേട്ടോ. അദ്ദേഹം എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള സംവാദം? ജ്യേഷ്ഠൻ ചോദിച്ചു. പറയാം. ആദ്യം ഞാൻ ഒരു വിരൽ ഉയർത്തി കാണിച്ചു. നിങ്ങളുടെ സഹോദരൻ 2 വിരലുകൾ ഉയർത്തി. ഞാൻ ഒരു വിരൽ ഉയർത്തിയത് ശ്രീബുദ്ധൻ ഒരേ ഒരാൾ എന്ന അർത്ഥത്തിലാണ്. നിങ്ങളുടെ അനിയൻ 2 വിരലാണ് ഉയർത്തിയത്, ബുദ്ധനും അദ്ദേഹത്തിൻ്റെ ദർശനവും എന്ന അർത്ഥത്തിൽ. ഞാനപ്പോൾ 3 വിരലുകൾ ഉയർത്തി, ബുദ്ധനും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളും ശിഷ്യന്മാരും എന്ന അർത്ഥത്തിൽ. പെട്ടെന്ന് നിങ്ങളുടെ അനിയൻ എൻ്റെ മുഖത്തിനു നേരെ മുഷ്ടി ചുരുട്ടി കാണിച്ചു. ഈ 3ഉം ഒരേ ഒരു സാക്ഷാത്കാരത്തിൻ്റെ, അതായത് ജ്ഞാനത്തിൻ്റെ അന്തസത്തയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട്. അങ്ങനെ അദ്ദേഹം വിജയിച്ചു, ഞാൻ തോറ്റു. ഇനി എനിക്ക് ഇവിടെ താമസിക്കുവാനുള്ള അവകാശമില്ല, ഞാൻ പോകുന്നു. അതിഥി മടങ്ങിപ്പോയി. ജ്യേഷ്ഠൻ സന്യാസിക്ക് അത്ഭുതം തോന്നി. ഒന്നും അറിയാത്ത തൻ്റെ അനിയൻ സംവാദത്തിൽ വിജയിച്ചു എന്നോ? അദ്ദേഹം നേരെ അനിയൻ്റെ അടുത്തേക്ക് പോയി. നീ മത്സരത്തിൽ ജയിച്ചെന്ന് കേട്ടല്ലോ. ഞാനെങ്ങും ജയിച്ചില്ല, ഞാൻ അയാൾക്കിട്ട് 2 എണ്ണം കൊടുക്കും. എന്തായിരുന്നു വാദപ്രതിവാദത്തിൻ്റെ വിഷയം? ജ്യേഷ്ഠൻ ചോദിച്ചു. അനിയൻ ഇങ്ങനെ മറുപടി പറഞ്ഞു. എന്നെ കണ്ട ഉടനെ അയാൾ ഒരു വിരൽ ഉയർത്തിക്കാട്ടി, എനിക്ക് ഒരു കണ്ണേ ഉള്ളൂ എന്ന് സൂചിപ്പിച്ചുകൊണ്ട്. അപമാനിക്കാനേ? എങ്കിലും അയാൾ അതിഥിയാണല്ലോ എന്ന് കരുതി ഞാൻ മര്യാദയോടെ നിങ്ങൾക്ക് 2 കണ്ണിനും കാഴ്ചയുള്ളതുകൊണ്ട് സന്തോഷം എന്ന അർത്ഥത്തിൽ എൻ്റെ 2 വിരലുകൾ ഉയർത്തി. ഉടനെ ആ അഹങ്കാരി എന്തു ചെയ്തെന്നോ? ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ആകെ 3 കണ്ണുകളേ ഉള്ളല്ലോ എന്ന് പരിഹാസഭാവത്തിൽ 3 വിരലുകൾ ഉയർത്തി കാണിച്ചു. എനിക്ക് കലി വന്നു. ഞാൻ അയാളുടെ മോന്തയ്ക്കിട്ട് 2 ഇടി കൊടുക്കാനായി മുഷ്ടി ചുരുട്ടി എഴുന്നേറ്റു. അപ്പോഴേക്കും അയാളാണെങ്കിൽ ഇറങ്ങി ഓടുകയും ചെയ്തു. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർവജ്ഞത്വമവാപ്യ സംസദി സതാം ശാസ്ത്രേഷു പാണ്ഡിത്യമപ്യംബായ പദപദ്മസംസ്മൃതിവശാന്മുഖോऽപി വാഗ്മീ ഭവേൽ യസ്യാസ്തച്ചരണാംബുജം ഹരിഹരബ്രഹ്മാദിഭിർവന്ദിതം മൂഢാശ്ചിന്തയതാശുവോऽപി തരസാ ദദ്യാൽ കവിത്വം ശ്രേയ. സർവജ്ഞത്വമവാപ്യ സംസദി സതാം. സജ്ജനങ്ങളുടെ, അതായത് വിദ്വാൻമാരുടെ സഭയിൽ
സർവവിജ്ഞാനിയും ആയിത്തീർന്ന് സതാം സംസദി അറിവുള്ളവർ ഒത്തുചേരുന്ന സഭ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അമ്മയുടെ അനുഗ്രഹം ലഭിക്കുന്ന വ്യക്തി അറിവുള്ളവരുടെ ഇടയിൽ എല്ലാ കാര്യങ്ങളും അറിയുന്നവനായി, അതായത് സർവജ്ഞനായി ആദരിക്കപ്പെടുന്നു. ശാസ്ത്രേഷു പാണ്ഡിത്യമപ്യംബായ പദപത്മസംസ്മൃതിവശാൻ എന്ന് പറഞ്ഞ അമ്മയുടെ പാദകമലങ്ങളെ സ്മരിക്കുന്നതിലൂടെ ശാസ്ത്രങ്ങളിൽ വലിയ പാണ്ഡിത്യം നേടുന്നു. അംബായ പദപത്മസംസ്മൃതി, ജഗദംബികയുടെ താമരപ്പൂ പോലുള്ള പാദങ്ങളെ സ്മരിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. കഠിനമായ ശാസ്ത്രങ്ങൾ പോലും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഒരാൾക്ക് എളുപ്പത്തിൽ വശമാകുന്നു, പെട്ടെന്ന് പഠിക്കാൻ സാധ്യമാകുന്നു എന്ന് അർത്ഥം. മൂകോപി വാഗ്മീ ഭവേത് യസ്യാസ്ത ചരണാംബുജം, ആരുടെ പാദപത്മങ്ങളെയാണോ സ്മരിക്കുന്നത് അതിലൂടെ സംസാരിക്കാൻ ശേഷിയില്ലാത്തവർ പോലും മികച്ച വാഗ്മിയായി മാറുന്നു. മൂകൻ എന്ന് പറഞ്ഞാൽ സംസാരിക്കുവാൻ കഴിയാത്തവൻ എന്ന് അർത്ഥം. ബുദ്ധിശക്തിയില്ലാത്തവനോ സംസാരിക്കാൻ കഴിവില്ലാത്തവനോ ആയ ഒരാൾ പോലും അമ്മയുടെ പാദങ്ങളെ സ്മരിക്കുകയാണ് എങ്കിൽ സരസ്വതീ വിലാസമുള്ള ഉത്തമനായ പ്രസംഗകനായി മാറുന്നു. ഹരിഹര ബ്രഹ്മാദിഭിർവന്ദിതം, മഹാവിഷ്ണു, ശിവൻ, ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരാൽ വന്ദിക്കപ്പെടുന്ന ആ പാദങ്ങൾ സാധാരണക്കാരല്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ അധിപന്മാരായ ത്രിമൂർത്തികൾ പോലും ആ ജഗദംബികയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. അത്രമേൽ ഉന്നതമായ സ്ഥാനമാണ് അമ്മയ്ക്കുള്ളത്. മൂഢാശ്ചിന്തയതാശുവോപി തരസ, അല്ലയോ മൂഢന്മാരായ ജനങ്ങളെ, നിങ്ങൾ വേഗം തന്നെ ആ പാദങ്ങളെ ചിന്തിച്ച് ഭജിക്കൂ. അറിവില്ലായ്മയിൽ കഴിയുന്നവരോട് എത്രയും വേഗം അമ്മയെ ഭജിക്കുവാനാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. തരസ എന്നാൽ വേഗത്തിൽ അഥവാ പെട്ടെന്ന് എന്ന് അർത്ഥം. ദദ്യാൽ കവിത്വം ശ്രിയ, അവിടുന്ന് നിങ്ങൾക്ക് കവിത്വവും ഐശ്വര്യവും നൽകിയരുളും. അമ്മയെ ഭജിച്ചാൽ വെറും അറിവ് മാത്രമല്ല കിട്ടുന്നത്, ഉന്നതമായ കവിത്വവും ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും എന്ന് ഈ ശ്ലോകത്തിലൂടെ പറയുന്നു. അമ്മയുടെ, അതായത് ആ പരാശക്തിയുടെ പാദകമലങ്ങളെ സ്മരിക്കുന്നതിലൂടെ സംസാരശേഷിയില്ലാത്തവർ പോലും സജ്ജനങ്ങളുടെ സഭയിൽ സർവവിജ്ഞാനവും ശാസ്ത്രപാണ്ഡിത്യവും നേടി ഉത്തമന്മാരായ വാഗ്മികളായി മാറുന്നു. വിഷ്ണുവും ശിവനും ബ്രഹ്മാവും അടക്കമുള്ള ദേവന്മാർ ആരുടെ പാദകമലങ്ങളെയാണോ വന്ദിക്കുന്നത് ആ ദേവിയെ നിങ്ങൾ വേഗം തന്നെ ചിന്തിച്ച് ഭജിക്കുക. അവിടുന്ന് നിങ്ങൾക്ക് കവിത്വവും വിദ്യയും ഐശ്വര്യവും എല്ലാം പെട്ടെന്നു തന്നെ നൽകി അനുഗ്രഹിക്കുന്നതാണ്. ഓം ശ്രീ ലളിതാംബികായൈ നമഃ. ഓം. ഗോ എന്ന ശബ്ദത്തിന് പശു, കാള, ആകാശം, സ്വർഗം, വാക്ക്, സരസ്വതി, രശ്മി, സൂര്യൻ, അമ്പ്, ചന്ദ്രൻ, നക്ഷത്രം, കണ്ണ്, ജ്ഞാനേന്ദ്രിയം, വജ്രം, ഭൂമി, ജലം, രോമം, ഒരു യാഗം, കുലം, പർവ്വതം, ഇടിവാൾ, 9 എന്ന സംഖ്യ, ഇങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഉള്ളത്. ഇത് പറയാൻ കാരണം ലളിതാ സഹസ്രനാമത്തിലെ 605-ാമതായിട്ട് വാഗ്ദേവതകൾ നമുക്ക് നൽകുന്ന മന്ത്രം ഗോമാത എന്നായതുകൊണ്ടാണ്. കാമധേനു തുടങ്ങിയ ഗോക്കൾക്ക് മാതാവായ ദേവി എന്നാണ് ഈ മന്ത്രത്തിൻ്റെ സാമാന്യമായ അർത്ഥം. ഗോ എന്ന പദത്തിന് എന്തൊക്കെ അർത്ഥങ്ങളാണോ ഉള്ളത് അവയുടെ എല്ലാം അമ്മ ദേവി ആയതുകൊണ്ട് അമ്മ ഗോമാതാവാണ്. പശുക്കളുടെ മാതാവാണല്ലോ കാമധേനു. കാമധേനുവിൻ്റെ രൂപത്തിൽ ആഗ്രഹിക്കുന്നവയെല്ലാം നൽകി അനുഗ്രഹം നൽകുന്നതും ശ്രീ ലളിതാ ത്രിപുരസുന്ദരി ദേവി തന്നെ. അജ്ഞാനികളായ മനുഷ്യരെയും പശു എന്ന് പറയാറുണ്ട്. അവരുടെയും അമ്മയാണ് ദേവി. അതുകൊണ്ട് അവർക്കും അമ്മ അനുഗ്രഹം നൽകുന്നു. അങ്ങനെ
ഏതൊക്കെ അർത്ഥത്തിൽ എടുത്താലും എല്ലാത്തിനും കാരണഭൂതയും അമ്മയുമാണ് അവിടുന്ന്. അതുകൊണ്ടാണ് ഈ മന്ത്രത്തിന് ഗോക്കൾക്ക് അമ്മയായ ദേവി എന്ന് അർത്ഥം വരുന്നത്. ഓം ഗോമാത്രേ നമഃ. ഓം ഹ്രീം ഗോമാത്രേ നമഃ. സുബ്രഹ്മണ്യസ്വാമിയുടെ അമ്മയാണ് ദേവി. അതുകൊണ്ട് അടുത്ത മന്ത്രമായി വാഗ്ദേവതകൾ നമുക്ക് നൽകുന്ന നാമം ഗുഹജന്മഭൂ എന്നുള്ളതാണ്. ഗുഹൻ്റെ, സുബ്രഹ്മണ്യസ്വാമിയുടെ ജന്മഭൂവായി എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി സ്ഥാനമായിട്ടുള്ള ദേവി. ഗുഹ സംവരണ എന്ന ധാതു അനുസരിച്ച് നോക്കുമ്പോൾ ഗുഹങ്ങൾ എന്ന പദത്തിന് അവിദ്യാസംവൃത ജീവങ്ങൾ എന്ന് അർത്ഥം കാണുന്നു. എല്ലാ ചരാചരങ്ങളെയും ആവരണം ചെയ്തിരിക്കുന്ന അവിദ്യ. അതുകൊണ്ട് എല്ലാ ജീവാത്മാക്കളും അവിദ്യയിൽ കുടുങ്ങിയിരിക്കുന്നു. നിസ്സരന്തി യഥാലോഹ പിണ്ഡാൽ തപ്താൽ സ്ഫുലിംഗിക സകാശാദാത്മനസ്തദ്വാത് ആത്മന പ്രഭവന്തി. നിസ്സരന്തി പുറപ്പെടുന്നു അഥവാ പുറത്തേക്ക് വരുന്നു. യഥാ സാ എങ്ങനെയാണോ, ലോഹപിണ്ഡാൽ തപ്താൽ ചുട്ടുപഴുത്ത ഇരുമ്പുകട്ടയിൽ നിന്ന്, സ്ഫുലിംഗിക എന്ന് പറഞ്ഞാൽ ചെറിയ തീപ്പൊരികൾ എന്ന് അർത്ഥം. സകാശാദാത്മനസ്തദ്വാത് അതുപോലെ തന്നെ ആ പരമാത്മാവിൻ്റെ സാമീപ്യത്തിൽ നിന്നും ആത്മന പ്രഭവന്തിഹി ജീവാത്മാക്കൾ തീർച്ചയായും ഉണ്ടാകുന്നു. തീപ്പൊരിയും വലിയ അഗ്നിയും സ്വഭാവത്തിൽ ഒന്ന് തന്നെയാണ്. അതുപോലെയാണ് പരമാത്മാവും ജീവാത്മാവും ചൈതന്യപരമായി ഒന്നാണ് എന്ന് പറയുന്നത്. എല്ലാ ജീവജാലങ്ങളും ആ പരമമായ ചൈതന്യം, അതായത് അമ്മയിൽ നിന്നും വേർപെട്ടു വന്നവരാണ്. ഒടുവിൽ അമ്മയിലേക്ക് തന്നെ മടങ്ങേണ്ടവരുമാണ്. തീപ്പൊരികൾക്ക് അഗ്നിയുടേതായ എല്ലാ ഗുണങ്ങളുമുണ്ട്. എങ്കിലും വലിപ്പത്തിലും ശക്തിയിലും അവ പരിമിതമാണ്. അതുപോലെയാണ് പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ബന്ധവും. ചുട്ടുപഴുപ്പിച്ച ഒരു ഇരുമ്പുകട്ട, അതിൽ നിന്നും എങ്ങനെയാണ് തീപ്പൊരികൾ ചിതറിത്തെറിക്കുന്നത്? അതുപോലെയാണ് പരമാത്മാവിൽ നിന്നും ജീവാത്മാക്കൾ ഉണ്ടാകുന്നത്. സയഥോർണനാഭിസ്തന്തുനോച്ചരേത് യഥാഗ്നേ ക്ഷുദ്രാവിസ്ഫുലിംഗാവ്യുച്ചരന്തി ഏവമേവാസ്മാദാത്മനഃ സർവേ പ്രാണാഃ സർവേ ലോകാഃ സർവേ ദേവാഃ സർവാണി ഭൂതാനി വ്യുച്ചരന്തി തസ്യോപനിഷത് സത്യസ്യ സത്യമിതി പ്രാണാ വൈ സത്യം തേഷാമേഷ സത്യം. ബൃഹദാരണ്യക ഉപനിഷത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 1-ാം ബ്രാഹ്മണത്തിലെ അവസാനത്തെ മന്ത്രമാണ് ഇത്. ഇതിൻ്റെ അർത്ഥം ഏകദേശം ഇപ്രകാരമാണ്. യഥാ എന്ന് പറഞ്ഞാൽ എപ്രകാരമാണോ, സ ഊർണനാഭി, ഊർണനാഭി എട്ടുകാലിയാണ്, ആ എട്ടുകാലി, തന്തുന നൂലുകൊണ്ട്, ഉച്ചരേത് മേലോട്ടു ചരിക്കുന്നത്, യഥാ എപ്രകാരമാണോ, അഗ്നേ അഗ്നിയിൽ നിന്ന്, ക്ഷുദ്രാഹ ക്ഷുദ്രങ്ങളായ, വിസ്ഫുലിംഗ തീപ്പൊരികൾ, വ്യുച്ചരന്തി പലതായി പുറപ്പെടുന്നത്, ഏവം ഏവ ഇപ്രകാരം തന്നെ, അസ്മാത് ആത്മനഃ ഈ ആത്മാവിൽ നിന്നും, സർവേ പ്രാണ സർവേ ലോകാഃ എല്ലാ പ്രാണങ്ങളും എല്ലാ ലോകങ്ങളും, സർവേ ദേവാഃ എല്ലാ ദേവന്മാരും, സർവാണി ഭൂതാനി എല്ലാ ഭൂതങ്ങളും, വ്യുച്ചരന്തി പലതായി പുറപ്പെടുന്നു, തസ്യ അതിൻ്റെ, ഉപനിഷത്ത് അടുക്കൽ എത്തിക്കുന്ന നാമം, സത്യസ്യ സത്യം
സത്യത്തിൻ്റെ സത്യം, ഇതി എന്നാകുന്നു. സത്യം സത്യം തന്നെ. പ്രാണ വൈ പ്രാണങ്ങളാകുന്നു, തേഷാം അവയ്ക്ക്, സത്യം സത്യമായിട്ടുള്ളത്, യേഷ ഈ ആത്മാവാകുന്നു. എട്ടുകാലി തന്നിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന നൂലിലൂടെ ഉദ്ഗമിക്കുന്നതുപോലെയും അഗ്നിയിൽ നിന്നും ചെറിയ തീപ്പൊരികൾ ഉണ്ടാകുന്നതുപോലെയും ഈ ആത്മാവിൽ നിന്നും വാഗാദികളായ എല്ലാ ഇന്ദ്രിയങ്ങളും, ഭൂവാദികളായ എല്ലാ ലോകങ്ങളും, എല്ലാ കർമ്മഫലങ്ങളും, അഗ്നി മുതലായ എല്ലാ ദേവന്മാരും, ബ്രഹ്മാദി സ്തംഭപര്യന്തങ്ങളായിട്ടുള്ള എല്ലാ പ്രാണിജാതങ്ങളും പുറപ്പെടുന്നു. ഇതിൻ്റെ ഏറ്റവും അടുത്തെത്തിക്കുന്ന പേര് സത്യസ്യ സത്യം എന്നതാണ്. സത്യം എന്നാൽ പ്രാണങ്ങൾ. ആ പ്രാണങ്ങളുടെയും സത്യം ഈ ആത്മാവാകുന്നു. എട്ടുകാലി മറ്റു യാതൊന്നിൻ്റെയും സഹായം കൂടാതെ തന്നിൽ നിന്ന് തന്നെ നൂലുണ്ടാക്കി വല നെയ്തും അതിലൂടെ സഞ്ചരിക്കുന്നു. അഗ്നിയിൽ നിന്നും മറ്റൊന്നിൻ്റെയും പ്രേരണ കൂടാതെ തീപ്പൊരികൾ ഉണ്ടാകുന്നു. അതുപോലെയാണ് ഈ വിജ്ഞാനാത്മാവിൽ നിന്നും ഈ ജഗത്ത് ഉണ്ടാകുന്നത് എന്ന് അർത്ഥം. ശ്രീരാമകൃഷ്ണദേവൻ ലളിതമായി നമുക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്. ജീവൻ, ജഗത്ത്, ചതുർവിംശതി തത്വങ്ങൾ ഇവയെല്ലാം ഈശ്വരനുള്ളതുകൊണ്ട് ഉണ്മയുള്ളവയായിരിക്കുന്നു. അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ ഒന്നും ബാക്കി കാണുകയില്ല. ഒന്നിനു ശേഷം പല പൂജ്യങ്ങളിട്ടാൽ വലിയ സംഖ്യയായി. ഒന്ന് മായ്ച്ചു കളഞ്ഞാൽ പൂജ്യങ്ങൾക്ക് ഒരു വിലയും ഉണ്ടാവുകയില്ല. ഓം ഗുഹജന്മഭുവേ നമഃ. ഓം ഹ്രേം ഗുഹജന്മഭുവേ നമഃ. ഗോമാത, ഗുഹജന്മഭൂ എന്നീ 2 മന്ത്രങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഈ മന്ത്രങ്ങൾ ജപിക്കുന്നവർക്ക് അപമാനം, ദാരിദ്ര്യം, ദുഃഖം, ഭയം എന്നിവ ഉണ്ടാവുകയേയില്ല. കച്ചവടം ചെയ്യുന്നവർക്ക് ധനപുഷ്ടി ഉണ്ടാകുന്നതിന് കച്ചവട സ്ഥാപനങ്ങളിൽ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ദീപം തെളിച്ചാൽ മതി. ശത്രുവിനെ കൊണ്ടുള്ള എല്ലാവിധ ഉപദ്രവങ്ങൾക്കും ഏറ്റവും നല്ല ഒരു പരിഹാരമായി ഈ മന്ത്രങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ധനനാശം, അന്യന്മാരിൽ നിന്നും വഞ്ചന, ബന്ധുക്കളിൽ നിന്നും ഉണ്ടാകാനിടയുള്ള ഉപദ്രവങ്ങൾ, പ്രതീക്ഷിക്കാതെ വരുന്ന ആപത്തുകൾ, ഇവയിൽ നിന്നും ഈ മന്ത്രം ജപിക്കുന്നവരെ മന്ത്രം രക്ഷിക്കും. ദേശവും കാലവും നോക്കാതെ എപ്പോൾ വേണമെങ്കിലും ഈ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ്. അമ്മയുടെ പാദപത്മങ്ങളിൽ നമസ്കരിച്ചു കിടക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ചാൽ ഏത് കാര്യവും സാധ്യമാകും. കൂടാതെ മുൻ പറഞ്ഞിട്ടുള്ള എല്ലാ ഫലങ്ങളും തീർച്ചയായും കിട്ടുകയും ചെയ്യും. ആദിപരാശക്തിയായ അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.